ശ്രീ ബി റജി, ഏറ്റവും പ്രധാനപ്പെട്ടത് താങ്കൾ പറഞ്ഞത് കോൺഗ്രസിനെതിരായി ഒരു ആരോപണവും ഇല്ല എന്നുള്ളതാണ്. ഒന്ന്, വയനാടിനായി നിങ്ങൾ നേതൃക്യാമ്പ് നടത്തിയ വയനാടിനായി നിങ്ങൾ പിരിച്ച പണം, ആ പണവുമായി ബന്ധപ്പെട്ട വീടെവിടെ, അതിന് തറക്കല്ലിടാനുള്ള സ്ഥലമെവിടെ, എന്തിനാ പണമെ, ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ് പുനർജനിയെക്കുറിച്ചും ഉള്ള ചോദ്യങ്ങൾ വരുന്നത്. ജില്ലാ കളക്ടർ എടുത്തു മാറ്റി എങ്ങനെയാണ് ആ വീട്ടമ്മയുടെ പരാതിയിൽ പുനർജനി എന്ന് പൊതുപണത്തിൽ നിർമ്മിച്ച വീട്ടിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം ചെറിയ തുക നൽകി പുനർജനിയുടെ ബോർഡ് വെക്കാൻ പോയതിന് തിരിച്ചടി ലഭിച്ച കഥകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പട്ടിക എവിടെ, നിങ്ങൾ നൽകിയ ഈ വീടുകളുടെ പട്ടിക എവിടെ എന്ന് ചോദിച്ചിട്ട് അതിന് നിങ്ങൾക്ക് ഉത്തരമില്ല. ഒന്ന്, അതവിടെ നിൽക്കട്ടെ. ഈ പുനർജനിയുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ അഴിമതിയുടെ വ്യക്തതകളിലേക്ക് പോകാം. ഈ മണപ്പാട് ഫൗണ്ടേഷനാണ് വി ഡി സതീശന് UK ടിക്കറ്റ് എടുത്തു കൊടുത്തത്. അവരാണ് ആ കോംപ്ലിമെൻ്ററി ടിക്കറ്റിന് ടാക്സ് അടച്ചിരിക്കുന്നത്. ഇനി ഈ മിഡ്ലാൻഡ്സ് ഇൻ്റർനാഷണലുമായി പണമിടപാട് ഈ സതീശനുമായി ഈ ഷെയ്ഡി സ്വഭാവത്തിൽ നിൽക്കുന്ന മണപ്പാട് ഫൗണ്ടേഷന് പണം നൽകിയിരിക്കുന്നു. ഒരു MOU ഒപ്പിടാതെ എങ്ങനെയാണ് NGOമാർ അത്തരത്തിൽ പണം കൈമാറുന്നത്? ഇങ്ങനെ അഴിമതിയുടെ എല്ലാ തെളിവുകളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തെത്തുകയാണ്. ഇപ്പോഴും പുനർജനിയിലും നിങ്ങൾ ശുദ്ധമാണ് എന്ന അർത്ഥത്തിൽ ചില മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനാകില്ല. അതിൻ്റെ വസ്തുതകൾ പുറത്തു വരിക തന്നെ ചെയ്യും. കെ അനിൽകുമാറും ശ്രീ M ജയചന്ദ്രനും പറഞ്ഞതിനെ ഞാനൊന്ന് ക്രോഡീകരിച്ച് നൽകിയതാണ്. ബഹുമാന്യനായ ജയചന്ദ്രൻ സാറും അതുപോലെ ബഹുമാന്യനായ അനിൽകുമാർ അദ്ദേഹവും ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ജയചന്ദ്രൻ സാർ പറഞ്ഞിടത്തുനിന്ന് തുടങ്ങിയാൽ അദ്ദേഹം പറയുന്നത് എന്താണ്, മത സാമുദായിക സംഘടനകളുമായി UDF എന്തോ വഴിവിട്ട ബന്ധം സൂക്ഷിക്കുന്നു എന്ന്. അത് ബഹുമാന്യനായ അനിൽകുമാറും അദ്ദേഹവും പറയുകയുണ്ടായി. കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തെ സംബന്ധിച്ച് അതിന് സങ്കുചിതമായിട്ടുള്ള ഒരു തരത്തിലുള്ള മത സംഘടനകളുമായിട്ട് ഒരു സങ്കുചിത വീക്ഷണമില്ല. ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും വിശാലാടിസ്ഥാനത്തിൽ മതേതരത്വത്തെ കാത്തുസൂക്ഷിക്കുന്ന, ബഹുസ്വരതയെ കാത്തുസൂക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനം, ഒരു മഹാപ്രസ്ഥാനം, അത് കോൺഗ്രസ് മാത്രമാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഒരു തരത്തിലും അത്തരത്തിൽ കോൺഗ്രസിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല. കാരണം കോൺഗ്രസ് മുക്ത ഭാരതം സൃഷ്ടിക്കാൻ വേണ്ടി ഒരു സൈഡിൽ BJP ശ്രമിക്കുകയാണ്. ഇവിടെ ബഹുമാനനായ അനിൽകുമാർ അദ്ദേഹം പറയും, മാവേലിക്കര താമരക്കുളം, എന്തിന് മുൻ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലയുടെ സ്ഥലം, ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ ഈ 1 മണിക്കൂർ തികയില്ല റജി. തെളിവുകൾ സംസാരിക്കും. കോൺഗ്രസിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടും അത് നൂറ്റാണ്ടുകളായി 140 വർഷമായി കോൺഗ്രസ് പിന്തുടരുന്ന പാരമ്പര്യം ബഹുസ്വരതയും മതേതരത്വവുമാണ്. അത് നമ്മൾ മറക്കരുത്. ഇവിടെ അനിൽകുമാർ അദ്ദേഹം പറയുകയുണ്ടായി, ഇവിടെ ചില ഭാഗങ്ങളിൽ, അതായത് തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും ഒന്നും UDF വലിയ തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. മുസ്ലിം വർഗീയതയുടെ ഭാഗമായിട്ടാണ് മലപ്പുറത്ത് ഒക്കെ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്നത് എന്ന് പറയുന്നത്. അത് തെറ്റിദ്ധരിക്കുന്നു. കൊല്ലം കോർപ്പറേഷൻ ആരാണ് ഇപ്പോൾ ഭരിക്കുന്നത്? നിങ്ങൾ 25 വർഷമായിട്ട് ഭരിക്കുന്നതല്ലേ? തിരുവനന്തപുരം അല്ല, ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്നറിയാമോ ശ്രീ അജിംഷാദ്? അതായത് മുസ്ലിം വർഗീയതയെ കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി വെള്ളാപ്പള്ളിയെ പോലുള്ള വർഗീയവാദികളെ രംഗത്തിറക്കുന്നു ഒരു ഭാഗത്ത്. അതിനെ ഈ ന്യൂനപക്ഷങ്ങളിൽ ഒരുമാതിരി ഭീതി ഉണ്ടാകുന്നു. ആ ഭീതി ഉണ്ടാകുന്ന ഘട്ടത്തിൽ അവരുടെ സംരക്ഷകരായി CPM അവതരിക്കുന്നു. അപ്പോൾ ഇതിനെതിരെയുള്ള ജനങ്ങളുടെ ഒരു ചെറുത്ത് നിൽപ്പായിട്ട് ഒരുപക്ഷെ നമുക്കിതിനെ കരുതാം. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വർഗീയ അടിസ്ഥാനത്തിലുള്ള ഒരു കൂട്ടുകെട്ടായിട്ട് ഇതിനെ നമ്മൾ കരുതാൻ കഴിയില്ല. അത് ജനങ്ങളുടെ ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായിട്ടും വർഗീയമായിട്ട് സംസാരിക്കുന്നവരെ, സമൂഹത്തിൽ ചേരിതിരിവ് ഉണ്ടാകുവാൻ നടക്കുന്നവരെ സംരക്ഷിക്കുന്ന CPMൻ്റെ സമീപനത്തിനെതിരെയുള്ള ശ്രീ റജിയുടെ ആരോപണത്തിലെ ക്രാഫ്റ്റ് തന്നെ ശരിയല്ല. കാരണം ഒന്ന്, ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുന്നു എന്ന് പറയുന്നു, എന്നിട്ട് അവർ വേറെ ഏതെങ്കിലും കക്ഷികളുമായി ചേർന്നിട്ട് അവരിൽ ഭയപ്പാട് സൃഷ്ടിച്ചിട്ട് അവരിലേക്ക് തന്നെ എത്തുന്നു എന്ന് പറയുന്നത് അതിൽ ക്രാഫ്റ്റ് പ്രശ്നമുണ്ട്. അത് അവിടെ നിൽക്കട്ടെ, അതിന് മറുപടി അദ്ദേഹം പറയും.